ഈ ഓർഗാനിക് ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഐഡൻറ്റിഫൈ ദ പ്രോഡക്ട്സ് എ, ബി ആൻഡ് സി. ബെൻസീനെ റിഡക്ഷൻ നടത്തും, ഹൈഡ്രജൻ ആഡ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ നടക്കും. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 6 ഹൈഡ്രജനോട് ആഡ് ചെയ്യും. അപ്പോൾ C6H6 എന്നുള്ളത് C6H12. ദറ്റ് മീൻസ് സൈക്ലോഹെക്സൈൻ ആയിട്ട് മാറും. ദ പ്രോഡക്റ്റ് ഈസ് സൈക്ലോഹെക്സൈൻ. ഇനി ബെൻസീനെ CH3COCl വെച്ച് ട്രീറ്റ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. ഇതൊരു ടിപ്പിക്കൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ലൂയിസ് ആസിഡായ AlCl3 Cl- വലിച്ചോണ്ട് പോകും. അപ്പോൾ CH3CO+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഉണ്ടാവും. അത് ബെൻസീൻ റിങ്ങിൽ വന്ന് H+ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ യു വിൽ ഗെറ്റ് ബെൻസീൻ റിങ്ങിൽ COCH3. ദിസ് ദ പ്രോഡക്റ്റ്. അസറ്റോഫിനോൺ ഈസ് ദ പ്രോഡക്റ്റ്. അസറ്റോഫിനോൺ. ഇനി ഫ്യൂമിങ് സൾഫ്യൂറിക് ആസിഡ്. അപ്പോൾ സൾഫോണേഷൻ നടക്കും. ബെൻസീൻ റിങ്ങിൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. SO3H. The compound is called benzene sulfonic acid. Benzene sulfonic acid is the product. ബെൻസീൻ റിങ്ങിൽ SO3H, ബെൻസീൻ സൾഫോണിക് ആസിഡ്. അപ്പോൾ അൺഹൈഡ്രസ് AlCl3 വെച്ച് ട്രീറ്റ് ചെയ്താൽ അസറ്റിലേഷൻ നടന്ന് അസറ്റോഫിനോൺ ആവും. ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് കഴിഞ്ഞാൽ SO3H ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി. What happens when benzene is treated with chlorine in presence of UV light at 500 Kelvin? അത് ടിപ്പിക്കൽ അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ 500 Kelvin കണ്ടാൽ അഡീഷൻ റിയാക്ഷൻ നടക്കും. എന്ന് പറഞ്ഞാൽ ബെൻസീനിലെ അൺസാച്ചുറേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ആ ഓരോ എക്സ്ട്രാ വാലൻസിയിലും ആര് വരും? ക്ലോറിൻ വരും. അപ്പോൾ C6H6Cl6 666 and this is called benzene hexachloride. Benzene hexachloride. Then important ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ. അതിലൊന്ന് നമ്മൾ നേരത്തെ കണ്ടു, സൾഫോണേഷൻ. ബെൻസീനെ സൾഫോണേറ്റ് ചെയ്തു. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ SO3H ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ്. രണ്ടാമത്തെ നൈട്രേഷൻ. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമാണ് നൈട്രേറ്റ് മിക്സർ. അത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ NO2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. യു വിൽ ഗെറ്റ് നൈട്രോബെൻസീൻ. നമ്പർ 3 ഫ്രെഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രെഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ CH3Cl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അൺഹൈഡ്രസ് AlCl3 അറിയാം, ലൂയിസ് ആസിഡാണ്. Cl- വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ CH3+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഉണ്ടാവും. അത് ബെൻസീൻ റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു വിൽ ഗെറ്റ് മീഥൈൽ ബെൻസീൻ കോൾഡ് ടൊളുവീൻ. ഈ ഹാലജനേഷൻ. ഫോർ എക്സാമ്പിൾ ക്ലോറിനേഷൻ. അപ്പോൾ Cl+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഉണ്ടാവണം. അതിന് അഗെയിൻ നമ്മൾ ലൂയിസ് ആസിഡായ ഫെറിക് ക്ലോറൈഡ് ഉപയോഗിക്കും. അപ്പോൾ Cl- വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു Cl+ ഉണ്ടാവും. അത് H+ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ക്ലോറോ ബെൻസീൻ കിട്ടും. ദിസ് ഈസ് കോൾഡ് ക്ലോറിനേഷൻ ഓർ ടിപ്പിക്കൽ ഹാലോജനേഷൻ. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ബെൻസീൻ ഈസ് ട്രീറ്റ് വിത്ത് ക്ലോറിൻ ഇൻ ഡാർക്ക് കോൾഡ് കണ്ടീഷൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അപ്പോൾ അൺഹൈഡ്രസ് AlCl3 കോൾഡ് ഡാർക്ക് കണ്ടീഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ വരും. അപ്പോൾ C6H6 പകരം 6 ക്ലോറിൻ വരും. അപ്പോൾ C6Cl6. ദിസ് ഈസ് കോൾഡ് ഹെക്സാക്ലോറോബെൻസീൻ. ഹെക്സാക്ലോറോബെൻസീൻ. അടുത്ത് റൈറ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് IUPAC നെയിം വേണം. അപ്പോൾ ഇവിടെ ബെൻസീൻ റിങ്ങിൽ മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. മൾട്ടി സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ അതിൽ പ്രിഫറൻസ് ഉള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് നമ്പർ ഇടണം, നമ്പർ ചെയ്യണം. ഇവിടെ പ്രിഫറൻസ് ഉള്ള ഗ്രൂപ്പില്ല, എല്ലാം പ്രിഫിക്സിൽ എഴുതുന്ന ഗ്രൂപ്പുകളാണ്. ഹാലജൻ, നൈട്രോ ഗ്രൂപ്പ്, ആൽക്കൈൽ. അപ്പോൾ പ്രിഫറൻസ് ഒന്നുമില്ലെങ്കിൽ ലോവസ്റ്റ് സം റൂൾ ഓരോരുത്തർക്കും നമ്പർ കൊടുക്കുക. അപ്പോൾ 3 പേരുടെയും പൊസിഷൻ്റെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും കുറച്ച നമ്പർ കിട്ടും, ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തുടങ്ങിയാൽ ക്ലോറിൽ തുടങ്ങിയാൽ നമുക്ക് 2ഉം 4ഉം 6, 1, 7 വരും. NO2 തുടങ്ങിയാൽ 8 കിട്ടും. CH3 തുടങ്ങിയാൽ 8 വരും. അപ്പോൾ 7 ആയിരിക്കും ഇവിടെ മിനിമം നമ്പർ. അപ്പോൾ ക്ലോറിൽ തുടങ്ങും. അപ്പോൾ 2ൽ നൈട്രോ ഗ്രൂപ്പ് വരും, 4ൽ മീഥൈൽ ഗ്രൂപ്പ് വരും. അപ്പോൾ ഇതിനെ പ്രിഫിക്സർ എഴുതുമ്പോൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പ്രിഫിക്സർ എഴുതുമ്പോൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം ക്ലോറിൻ എഴുതും. അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? 1ൽ. അപ്പോൾ 1 ക്ലോറോ. അത് കഴിഞ്ഞാൽ M, അതെവിടെയാണ്? മീഥൈൽ ഗ്രൂപ്പ് 4ൽ, 4 മീഥൈൽ. ലാസ്റ്റിൽ N, നൈട്രോ, അതെവിടെയാണ്? 2ൽ. അപ്പോൾ 1 ക്ലോറോ, 4 മീഥൈൽ, 2 നൈട്രോ. ഇനി പേരൻ കോമ്പൗണ്ട് ബെൻസീൻ. ഓക്കെ. ഇനി
പ്രധാനപ്പെട്ട വേറെ കുറേ ക്വസ്റ്റ്യൻ. എന്താണ് ബേയസ് റിയേജൻ? കോൾഡ് ഡൈലൂട്ട് ആക്റ്റീവ് സൊല്യൂഷൻ ഓഫ് KMnO. ഇതാണ് ബേയസ് റിയേജൻ. ഈ ബേയസ് റിയേജൻ ഈസ് യൂസ്ഡ് ഫോർ ദ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ആൻഡ് ഓൾസോ ഓക്സിഡേഷൻ റിയാക്ഷൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ്. CH3CH ഡബിൾ ബോണ്ട് CH2 ഇത് പെറോക്സൈഡിൻ്റെ സാന്നിധ്യം നടത്തുന്നു വിചാരിക്കുക. അപ്പം മാർക്കോണിക്കോഫ് റൂളിന് നേരെ വിപരീതമായി നടക്കും. അപ്പോൾ പെറോക്സൈഡ് കണ്ടാൽ നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിൽ പോകും. അപ്പോൾ ഇടയ്ക്ക് വരും ബ്രോമിൻ. അപ്പോൾ 2 ബ്രോമോ പ്രൊപ്പെയിൻ ഈസ് ദ പ്രോഡക്റ്റ്. ഇനി നേരെ മറിച്ച് പെറോക്സൈഡ് ഇല്ലയെന്ന് ഇരിക്കുക. പെറോക്സൈഡ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? മാർക്കോണിക്കോഫ് നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ ആറ്റം കൂടിയ കാർബൺ. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? CH3CH2 Br. You will get 1 bromo propane. 1 bromo propane. ഇനി മൂന്നാമത്തെ ചോദ്യം, സോഡിയം ഇൻ ഡ്രൈ ഈതർ. അപ്പോൾ എന്ത് റിയാക്ഷനാണ്? വുഡ്സ് റിയാക്ഷനാണ്. പിന്നെ ആൽക്കൈൽ ഹാൽഡ് ഇസ് ട്രീറ്റ് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ ഹയർ ആൽക്കൈൽ. അപ്പോൾ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് പരസ്പരം ഒട്ടിച്ചെഴുതിയാൽ മതി. ആൽക്കൈൽ ഗ്രൂപ്പ് ഈതയിലല്ലേ? 2 ഈതയിൽ ഗ്രൂപ്പ് ഒട്ടുമ്പോൾ ടോട്ടൽ 4 കാർബൺ. അപ്പോൾ നോർമൽ ബ്യൂട്ടൈഡ് ഇസ് ദ പ്രോഡക്റ്റ്. നേരെ മറിച്ച് CH3Br സോഡിയം ഇൻ ഡ്രൈ ഈതർ. കംപ്ലീറ്റ് ദ ഫോളോയിങ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആൻസർ? ഇവിടെ ആൽക്കൈൽ പാർട്ട് മീതയിലാണ്. അപ്പോൾ 2 മീതയിൽ ഗ്രൂപ്പ് കൂടെ ഒട്ടും. അപ്പോൾ 2 കാർബൺ. അപ്പോൾ യു വിൽ ഗെറ്റ് ഈതേൻ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം 4ാമത്തെ നോക്കിയേ. അതായത് ഒരു നോർമൽ ഹെക്സൈനെ മെറ്റാലിക് ഓക്സൈഡ്, ഒന്നിൽ ക്രോമിയം ഓക്സൈഡ് അല്ലെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു അറ്റ് അബൌട്ട് 773 Kelvin ആൻഡ് 10 atmospheric പ്രഷർ. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇത് എക്സസീവ് ഡീഹൈഡ്രോജനേഷൻ, ഹൈഡ്രജൻ ഇറങ്ങിപ്പോയിട്ട് ഇത് സൈക്ലൈസ് ചെയ്ത് ദ സിംപ്ലസ്റ്റ് ആരോമാറ്റിക് കോമ്പൗണ്ടായ ബെൻസീനായിട്ട് മാറും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ആരോമാറ്റിസേഷൻ. ഒരു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ മെറ്റാലിക് ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ ഡീഹൈഡ്രോജനേഷൻ നടന്ന് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടായ ബെൻസീനായിട്ട് മാറും. ഈ റിയാക്ഷനെ വിളിക്കുന്നവരാണ് ആരോമാറ്റിസേഷൻ. അറ്റ് ദ സെയിം ടൈം നോർമൽ ഹെക്സൈനെ അൺഹൈഡ്രസ് AlCl3 ആൻഡ് HCl വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഐസോമറൈസ് ചെയ്ത് ഇതിൻ്റെ ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ടായിട്ട് മാറും. ഉദാഹരണത്തിന് മീതേൽ ഗ്രൂപ്പ് 2ാമത്തെ പൊസിഷനിൽ വരാം. അപ്പോൾ 5 കാർബൺ ചെയിനിൽ വരും. അപ്പോൾ യു വിൽ ഗെറ്റ് 2 മീതൈൽ പ്രൊപ്പെയിൻ. അതുപോലെ തിരിച്ച് 3ാമത്തെ പൊസിഷനിൽ CH3 വരുന്ന കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ 2 പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. 2 മീതൈൽ പെൻറ്റേനും കിട്ടും. അതുപോലെ 1, 2, 3, 4, 5 3 മീതൈൽ പെൻറ്റേനും കിട്ടും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഐസോമറൈസേഷൻ. കാരണം ഐസോമേഴ്സ് ആയിട്ട് മാറും. ഇനി ഒരു ആൽക്കൈൽ ഹാലൈഡ്, അതിനെ ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH ഇതിനു വേണ്ടി ഉപയോഗിക്കും? ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഹൈഡ്രജനും ഹാലജനും കൂടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഹാലജൻ പോയി, ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയി. അപ്പോൾ എക്സ്ട്രാ വാലൻസി ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ യു വിൽ ഗെറ്റ് എത്തീൻ കിട്ടും. ഈ റിയാക്ഷൻ വിളിക്കുന്നവരാണ് ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഇനി അടുത്തത് കാൽസ്യം കാർബൈഡിനെ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അതാണ് സിംപ്ലസ്റ്റ് ആൽക്കൈനായ അസറ്റീൻ ഉണ്ടാക്കുന്ന മെത്തേഡ്. കാൽസ്യം കാർബൈഡിൽ വാട്ടർ ഒഴിക്കുമ്പോൾ കാൽസ്യം വാട്ടറുമായിട്ട് ചേർന്ന് കാൽസ്യം ഓക്സൈഡായിട്ട് മാറും. അത് വീണ്ടും അടുത്ത മോളിക്യൂൾ വാട്ടറോടെ വരുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവും. അപ്പോൾ 2 കാർബൺ 2 ഹൈഡ്രജനും ചേർന്ന് C2H2 അസറ്റ്ലീനുമായിട്ട് മാറും. അപ്പോൾ കാൽസ്യം കാർബൈഡിൽ വാട്ടർ ഒഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അസറ്റ്ലീൻ ഗ്യാസ്. ഇനി അടുത്തത് അസറ്റ്ലീനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുന്നു അറ്റ് അബൌട്ട് 873 Kelvin. അപ്പോൾ സൈക്ലിക് പോളിമറൈസേഷൻ നടക്കും. 3 എണ്ണം ഇതുപോലത്തെ 3 എണ്ണം ചേർന്ന് ബെൻസീനായിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് ദ സൈക്ലിക് പോളിമറൈസേഷൻ. അപ്പോൾ അസറ്റ്ലീൻ വെൻ പാസ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ് ദ പ്രോഡക്റ്റ് ഈസ് ബെൻസീൻ. ഇനി 9 സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ NaOH CaO അതിനെ വിളിക്കുന്നവരാണ് സോഡ ലൈം വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ
ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ COOനെ സോഡിയം കാർബണേറ്റ് ആയിട്ട് കൊണ്ടുപോകും. പിന്നെ CH3യിലേക്ക് ഈ H വരും. അപ്പോൾ യു വിൽ ഗെറ്റ് മീഥൈൻ. അപ്പോൾ ഒരു കാർബൺ കുറഞ്ഞ ആൽക്കേനായിട്ട് മാറും. ഇതിനെ വിളിക്കുന്നവരാണ് ഡീകാർബോക്സിലേഷൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലൂടെ സോഡിയം കാർബണേറ്റായിട്ട് പോയിട്ട് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഒരു കാർബൺ കുറഞ്ഞ ആൽക്കേനായിട്ട് മാറും. ദിസ് ഈസ് കോൾഡ് സോഡ ലൈം ഡീകാർബോക്സിലേഷൻ.